എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇത് കൂവളവും മാവും പ്ലാവും പുളിയും ആഞ്ഞിലിയും ഇടന്നയുമൊക്കെ തണലേകുന്ന ഞങ്ങളുടെ പ്രിയ വീട്. 2.5 വർഷം മുൻപ് വരെ ഈ വീട്ടിലേക്ക് അവധിക്ക് പോകുമ്പോൾ വലിയൊരു ഊർജവും ആവേശവും ഒക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു. കാരണം വീട്ടിലെത്തുമ്പോൾ അവിടെ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയും എൻ്റെ അച്ഛനും എല്ലാം ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. കണ്ണുള്ളപ്പോൾ അതിൻ്റെ വില അറിയില്ല എന്ന് പറയുന്നത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു അനുഭവം വരുമ്പോഴാണ് നമുക്കത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ പറ്റുന്നത്. 2022 അച്ഛനും അമ്മയും ഞങ്ങളെ വിട്ട് പോയപ്പോഴാണ് ഈ വീടിന് അവരുടെ സാന്നിധ്യം എത്രമാത്രം ഊർജമാണ് നൽകിയിരുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇന്നിപ്പോൾ എന്തെങ്കിലും വിശേഷങ്ങൾക്ക് മാത്രമാണ് ഞങ്ങളിങ്ങോട്ട് വരുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും അവർ രണ്ടുപേരും ഉറങ്ങുന്ന ഈ മണ്ണിൽ അവരുടെ സാന്നിധ്യം എവിടെയൊക്കെയോ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇവിടെയാണ് സർപ്പത്തിന് ഇരുത്തിയിരിക്കുന്ന സ്ഥലം. ഇവിടെ എല്ലാ വർഷത്തിലെയും മേടമാസത്തിലാണ് നമ്മൾ പൂജ നടത്താറ്. അപ്പോൾ ഈ വർഷത്തെ പൂജ, അതായത് ഈ 2025 ഏപ്രിൽ 19 നടന്ന സർപ്പപൂജയും അതിനോട് അനുബന്ധിച്ചുള്ള ചടങ്ങുകളുമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വാഴുന്ന ഭഗവാനെ നാടും വീടും എന്നും കാക്കണേ തമ്പുരാനെ. ഭഗവാനെ നാടും വീടും എന്നും കാക്കണേ തമ്പുരാനെ. നാഗത്തെ അസ്ത്രമാക്കിയ ബ്രഹ്മാവിനെ കൈ തൊഴുന്നേ നാഗചാരീതങ്ങൾ പാടുമ്പോൾ കാത്തിടേണേ. നാഗത്തെ അസ്ത്രമാക്കിയ ബ്രഹ്മാവിനെ കൈ തൊഴുന്നേ നാഗചാരീതങ്ങൾ പാടുമ്പോൾ കാത്തിടേണേ. കാവും കള
വിഘ്നങ്ങൾ തുമ്പിക്കാരത്താലെ മാറ്റിടേണേ. നഗത്തെ പൂണൂലായി ധരിച്ച പൊന്മകനെ വിഘ്നങ്ങൾ കുംഭിക്കാരത്താലെ മാറ്റിടേണേ. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.